പ്രിയപ്പെട്ട ആത്മമിത്രങ്ങളെ, ഭാരതീയ സന്ത് മഹാപരിഷത്തിൻ്റെ ആഹ്വാനമനുസരിച്ചാണ് നമ്മളിവിടെ ഡൽഹിയിൽ ഒത്തുകൂടിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം നമ്മൾ ഒന്നിക്കുക എന്നാണ്. ഭാരതീയത മുന്നോട്ട് വയ്ക്കുന്നത് ശാന്തിയും സമാധാനവും നിറഞ്ഞ ജീവിതമാണ്. പക്വമായ അറിവിൻ്റെ സ്വാംശീകരണത്തിലൂടെയാണ് അത് സംഭവിക്കുന്നത്. അതിനുവേണ്ടി നൂറ് സമ്പ്രദായങ്ങൾ ഇവിടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലക്ഷ്യം ശാന്തിദായകമായ ജീവിതം നയിച്ചുകൊണ്ട് പരമപദം പ്രാപിക്കുക എന്നാണ്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യകത ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ സന്യാസിമാരും പരസ്പര ഭിന്നതകൾ മറന്ന് ഐക്യത്തോടെ മുന്നോട്ട് വരിക എന്ന ഭാരതീയ സന്ത് മഹാപരിഷത്തിൻ്റെ ആഹ്വാനം വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടതാണ്. ഓരോ ആശ്രമങ്ങളും വിഭിന്നങ്ങളായ സമ്പ്രദായങ്ങളുള്ളവരാണ്. അതുകൊണ്ടായിരിക്കണം പരസ്പരം ഇണങ്ങാത്തത്. ഒരു പൂന്തോട്ടത്തിൽ അനേകം നിറങ്ങളിലും ആകൃതികളിലും ധാരാളം പുഷ്പങ്ങൾ കാണാം. അവയുടെ സുഗന്ധങ്ങളും വേറെ വേറെയാണ്. അതാണ് ആ പൂന്തോട്ടത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത്. അതുപോലെ അനേക സമ്പ്രദായങ്ങളാകുന്ന പൂക്കളെ കൊണ്ട് നിറഞ്ഞ ഒരു പൂന്തോട്ടമാണ് നമ്മുടെ ഈ ഭാരതം. ഏതെല്ലാം ദർശന സമ്പ്രദായങ്ങളുണ്ടെങ്കിലും അവയിലെ അകമ്പൊരുളൊന്നാണ്. അതുകൊണ്ട് നമ്മൾ സന്യാസിമാർ ഒന്നിച്ചു നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഒത്തിരി പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് ഭാരതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ആശ്രമങ്ങൾ നിലനിൽക്കുന്നത്. ആശ്രമങ്ങൾ അഗ്നിക്കിരയാക്കുന്നു, സന്യാസിമാരെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുന്നു. അങ്ങനെ എത്രയോ സംഭവങ്ങളിവിടെ ഉണ്ടായിരിക്കുന്നു. ഇപ്പോഴും അത് തുടരുകയല്ലേ ചെയ്യുന്നത്? ഇതിനൊരു പരിഹാരം വേണ്ടേ? അതിന് നമ്മൾ ഒന്നിച്ചേ മതിയാവൂ. അതിനായി നമ്മുടെ കൈവശമുള്ളതായ മഹത്തായ ഒരു സമന്വയ ദർശനമുണ്ട്. ആ സമന്വയ ദർശനത്തെ നമ്മൾ വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്തണം. എല്ലാത്തിനെയും സമഗ്രമായി കാണാൻ കഴിവുള്ളവരാണ് ഭാരതീയർ. അതിന് അവരെ കെൽപ്പുള്ളവരാക്കിയത് ഉപനിഷത്ത് ദർശനമാണ്. അത് തരുന്ന കാഴ്ചപ്പാട് സമന്വയ ദർശനത്തിൻ്റെതാണ്. അതിനെ വേണ്ടവണ്ണം ഉൾക്കൊള്ളുകയാണെങ്കിൽ ഓരോ മഠങ്ങളും തനത് സമ്പ്രദായങ്ങൾ സ്വീകരിക്കുമ്പോഴും ആകവെയുള്ള സത്യദർശനത്തോട് ചേർത്ത് വെച്ച് പ്രസ്തുത സമ്പ്രദായങ്ങളെ കാണാൻ പ്രയാസമുണ്ടാവുകയില്ല. ആ കാഴ്ചപ്പാട് നമ്മെ ഒന്നിപ്പിക്കുവാൻ സഹായിക്കും എന്നതാണ് ഈ ഉള്ളവൻ്റെ വിശ്വാസം. ഈ ദർശനം തരുന്ന പരമമായ അറിവിൻ്റെ സുതാര്യതയിൽ ഒരു കൊടുക്കീഴിൽ നമുക്കൊന്നിക്കുവാൻ കഴിയും. അതിലൂടെ ഭാരതീയരായ ബഹുകോടി ജനങ്ങളെയും നമുക്കൊന്നിപ്പിക്കാൻ കഴിയും. ജീവിതത്തെയും പ്രപഞ്ചത്തെയും സംബന്ധിക്കുന്ന സമഗ്രമായ കാഴ്ചപ്പാടാണ് ഉപനിഷത്തുകൾ തരുന്നത്. ആ ദർശനം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് എത്രയോ നൂറ്റാണ്ടുകൾ കൊണ്ടാണ്. അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന ശാസ്ത്രാവബോധത്തെയും അതുപോലെ തന്നെ പ്രതിപാദന ശൈലിയെയും അവലംബിച്ചുകൊണ്ടാണ് ഋഷിയന്മാർ അത് ചെയ്തിട്ടുള്ളത്. കാലം കടന്നുപോയി. ഉപനിഷത്തുകളിലെ ദർശനത്തെ മീമാംസ്യമായി വിലയിരുത്തിക്കൊണ്ട് ബാദരായണ മഹർഷി ബ്രഹ്മസൂത്രം എഴുതി. അതേ ദർശനത്തെ തന്നെ യഥാതഥമായ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള അന്തിമമായ ഉത്തരം എന്ന നിലയിൽ ഭഗവത്ഗീത യോഗശാസ്ത്രവുമായി അവതരിപ്പിച്ചു. 12 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആചാര്യസ്വാമികൾ വന്ന് അതിന് ഗംഭീരമായ ഭാഷ്യങ്ങൾ എഴുതി തന്നു. അവയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് അദ്വൈത ദർശനമാണെന്ന് ആ മഹാത്മാവ് സമർത്ഥിച്ചു.
എന്നാൽ കാലത്തിൻ്റെ ആവശ്യകതയ്ക്കൊത്തവണ്ണം വേദാന്തത്തെ പുനരാഖ്യാനം ചെയ്യുവാൻ ആരും ഇതുവരെ ധൈര്യം കാണിച്ചിട്ടില്ല എന്ന് വേണം പറയുവാൻ. ദ സെർച്ച് ഫോർ നോം ഇൻ വെസ്റ്റേൺ തോട്ട്, വേദാന്ത റീവാല്യൂഡ് ആൻഡ് റീസ്റ്റേറ്റഡ്, ദ ഫിലോസഫി ഓഫ് എ ഗുരു, ആൻഡ് ഇൻ്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദ അബ്സല്യൂട്ട് എന്നീ ഗ്രന്ഥരചനകളിലൂടെ നടരാജഗുരു ഇക്കാര്യത്തിൽ ഒത്തിരി മുന്നോട്ട് പോയിട്ടുണ്ട്. ജീവിതത്തെയും പ്രപഞ്ചത്തെയും സംബന്ധിക്കുന്ന സമഗ്രമായ കാഴ്ചപ്പാടാണ് വേദാന്തം തരുന്നത്. പ്രപഞ്ചവും ജീവിതവും ഒരു വ്യവസ്ഥയുമില്ലാത്തതല്ല, സുവ്യവസ്ഥിതമാണ്. അതിനെ യുക്തിപൂർവ്വം വ്യാഖ്യാനിക്കുവാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. പ്രപഞ്ചപ്രവാഹവും അതിലെ ജീവിതപ്രവാഹവും നിശ്ചലമല്ല, സജീവവും ഗതീയവുമാണ്. അങ്ങനെയുള്ള പ്രപഞ്ചത്തെയും ജീവിതത്തെയും സംബന്ധിക്കുന്ന സമഗ്രമായ അറിവും അതേ സ്വരൂപ സംരചനയും സചേതനതയും ഉള്ളതായിരിക്കണം. ഏതൊരു അറിവ് ഉണ്ടായിക്കഴിഞ്ഞാലും അതിനെ കഴിയുന്നിടത്തോളം സുവ്യക്തത നൽകി ആവിഷ്കരിക്കുവാൻ കഴിയണം. സമഗ്രമായ സത്യദർശനത്തെ അതിൻ്റെ സ്വരൂപഘടനയോടും സജീവതയോടും ഗതീയതയോടും കൂടി അവതരിപ്പിക്കുമ്പോൾ ആ ശാസ്ത്രത്തിനും ഉണ്ടായിരിക്കണം അതേ സ്വരൂപ സംരചനയും സജീവതയും. അങ്ങനെയല്ലാത്ത ശാസ്ത്രം സത്യത്തെ പൂർണ്ണമായി വ്യഞ്ചിപ്പിക്കുന്നില്ല. എപ്പോഴും ശാസ്ത്രാവിഷ്കാരം നടത്തുന്നത് ഭാഷ ഉപയോഗിച്ചാണ്. സമഗ്രമായ സത്യത്തെ അതിൻ്റെ സ്വരൂപ സംരചനയെ മാനിച്ചുകൊണ്ട് അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഭാഷയ്ക്ക് ഉണ്ടായിരിക്കണം അതേ പ്രത്യേകതകൾ. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക വസ്തുവിനെയോ വസ്തുതയെയോ വെളിപ്പെടുത്തുന്നതിന് ഉപകരിക്കുന്ന ഭാഷാശൈലി സമഗ്രമായ സത്യത്തെ മേൽപ്പറഞ്ഞ തരത്തിൽ അവതരിപ്പിക്കുന്നതിന് ഉപകരിക്കുകയില്ല. സാധാരണ ശാസ്ത്രങ്ങളുടെയും വിജ്ഞാന ശാഖകളുടെയും കൂട്ടത്തിലുള്ള ഒരു ശാസ്ത്രമല്ല വേദാന്തം. അത് സർവവിദ്യാപ്രതിഷ്ഠയാണ് എന്ന് ഉപനിഷത്തുകൾ ഉദ്ഘോഷിക്കുന്നു. അതായത് സകല ശാസ്ത്രങ്ങൾക്കും വിജ്ഞാന ശാഖകൾക്കും അടിത്തറയായിരിക്കുന്ന ശാസ്ത്രമാണത്. ശാസ്ത്രങ്ങളുടെ എല്ലാം ശാസ്ത്രം എന്നർത്ഥം. വേദാന്തം അങ്ങനെ ഒരു ശാസ്ത്രമായിരിക്കുന്നത് ഏതർത്ഥത്തിൽ എന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സമസ്ത ലോകങ്ങൾക്കും ജീവിതത്തിനും ആധാരമായിരിക്കുന്ന ഏകസത്യം അറിയുകയും അങ്ങനെ ജീവിതത്തെ സാർത്ഥകമാക്കി തീർക്കുകയും ചെയ്യുക എന്നതാണ് വേദാന്തത്തിൻ്റെ അന്തിമലക്ഷ്യം. ആ പരമമായ സത്യം സ്വരൂപത്തിൽ അറിവാണ് എന്നുള്ളത് ഉപനിഷത്തുകളെല്ലാം സമ്മതിക്കുന്നു. ആ അറിവ് എന്തിനെയെങ്കിലും സംബന്ധിക്കുന്ന അറിവല്ല. അങ്ങനെയുള്ള പ്രത്യേകം അറിവുകളെല്ലാം ഏതൊരു ബോധത്തിൽ രൂപം കൊള്ളുന്നുവോ ആ ബോധമാണ്. അതായത് ആ ബോധത്തിൻ്റെ വ്യാപ്തിക്കുള്ളിൽ പെടാത്ത ഒരു സത്യവുമില്ല, ഒരു ശാസ്ത്രവുമില്ല. അപ്പോൾ ആ സത്യത്തെ സംബന്ധിക്കുന്ന പൂർണ്ണമായ അറിവ് എല്ലാ ശാസ്ത്രങ്ങളെയും ഉൾക്കൊള്ളുന്ന ശാസ്ത്രമായിരിക്കണം. ആ അറിവും നേരത്തെ പറഞ്ഞതുപോലെ സമഗ്ര സത്യത്തിൻ്റെതായ സ്വരൂപ സംരചനയും സചേതനതയും ഉള്ളതായിരിക്കണം. അതിനെ ആവിഷ്കരിക്കുന്ന ശാസ്ത്രവും അതേ സ്വഭാവമുള്ളതായിരിക്കണം. ആ ശാസ്ത്രത്തെ അവതരിപ്പിക്കുന്ന മാധ്യമമായ ഭാഷയ്ക്കും വേണം അതേ സ്വഭാവം. നാം അതിനെ ഉപയോഗിക്കുന്നത് നാമാത്മക ഭാഷയാണ്, മെറ്റാ ലാംഗ്വേജ്. എന്നാൽ ആധ്യാത്മദർശനം വെളിപ്പെടുത്താൻ രൂപാത്മക ഭാഷയും ആവശ്യമാണ്, അതായത് പ്രോട്ടോ ലാംഗ്വേജ്. നാമാത്മക ഭാഷയിൽ അനേകമുണ്ട്, രൂപാത്മക ഭാഷ എപ്പോഴും ഏകമാണ്. ഇവയെ വേദാന്ത ദർശനം തരുന്ന അദ്വൈതതയിൽ ആവിഷ്കരിക്കുവാൻ കഴിയണം. പരമമായ സത്യം നിത്യവും ഏകവുമായ സദ്വസ്തുവിൻ്റെയും നിത്യവും അനേകവുമായ ഭാവമുഖങ്ങളുടെയും അദ്വൈതതയാണല്ലോ. അതിൻ്റെ തുടർച്ച എന്ന വണ്ണമാണ് ആധ്യാത്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ ഭാഷയിൽ നാമാത്മക ഭാഷയും രൂപാത്മക ഭാഷയും ഏകീഭവിക്കുന്നത്. നടരാജഗുരു ഈ കാഴ്ചപ്പാടിന് പൂർണ്ണരൂപം നൽകിയാണ് ആൻ ഇൻ്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദ അബ്സല്യൂട്ട് എന്ന മഹത് ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. വേദാന്തം ആധുനിക ചിന്തകർക്കും സമ്മതമാകുന്ന തരത്തിൽ ശാസ്ത്രങ്ങൾക്കെല്ലാം ശാസ്ത്രമായിരിക്കും എന്ന് നടരാജഗുരു അവകാശപ്പെടുന്നു.
പാശ്ചാത്യമെന്നോ പൗരസ്ത്യമെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ മതസമ്പ്രദായങ്ങളുടെ പരിമിതികൾക്കെല്ലാം അപ്പുറത്ത് നിന്നുകൊണ്ട് ആധുനിക കാലത്ത് നിലവിലുള്ള ശാസ്ത്ര അവബോധത്തിൻ്റെ അന്തസാരത്തിന് സ്വീകാര്യമായ തരത്തിൽ പരമമായ സത്യത്തെ സംബന്ധിച്ചുള്ള വ്യക്തവും ശാസ്ത്രീയവുമായ അവബോധം ഉണ്ടാക്കുകയും ആ സത്യത്തെ തന്നിൽ നിന്നും അന്യമല്ലാത്തത് എന്ന തരത്തിൽ സാക്ഷാത്കരിക്കുകയും ചെയ്യുക എന്നതാണ് വേദാന്തത്തിൻ്റെ ലക്ഷ്യം. ആ ധാരണയോടുകൂടി വേദാന്തം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും അത് പ്രയോജനപ്പെടുക തന്നെ ചെയ്യും എന്ന പ്രത്യാശയാണ് ഈ ഉള്ളവനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പൂർണ്ണമാക്കുകയാണ്. മാത്രമല്ല, വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ഭാരതീയ സന്ത് മഹാപരിഷത്തിൻ്റെ ഈ മഹത്തായ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് നമുക്ക് വേദാന്ത ദർശനമെന്ന സമന്വയ ദർശനത്തെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വളരെ ഉത്തമമായിരിക്കും എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് ഇവിടെ പൂർണ്ണമാക്കട്ടെ. ഓം.